ആർക്കും അറിയുന്നതന്നെയാണ്. ഏതെങ്കിലും കാര്യപരിപാടിയിലായിട്ട് സ്വാമിജിയുടെ ഭാഷണങ്ങൾക്ക് സംബന്ധിച്ചവരായിരിക്കും എല്ലാവരും. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ സമ്പോധ് ഫൗണ്ടേഷൻ സ്ഥാപനങ്ങളുടെ ആശ്രമങ്ങളുടെ മൊത്തം ആചാര്യനായിട്ട് സ്വാമിജി പ്രവർത്തിക്കുകയാണ്. അവിശ്രമം നമ്മുടെ വേദാന്ത ശാസ്ത്ര പ്രചരണം ചെയ്തുകൊണ്ട് അനേക ജ്ഞാനയജ്ഞങ്ങളിലൂടെ നിരന്തരമായി പ്രവർത്തിക്കുകയാണ്. മുൻപ് ദീർഘകാലം ചിന്മയ മിഷനിൽ ആചാര്യനായി പ്രവർത്തിച്ചു. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് സമ്പോധ് ഫൗണ്ടേഷനിൽ പ്രധാനമായിട്ട് കൊല്ലത്ത് സമ്പോധാരണ്യം എന്നൊരു അതിസുന്ദരമായൊരു ആശ്രമ സങ്കേതമുണ്ട്. എപ്പോഴെങ്കിലും എല്ലാവരും ഒന്ന് സന്ദർശിക്കണം. കായലോരത്ത് വളരെ മനോഹരമായിട്ടുള്ള അവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് സജ്ജനങ്ങളുടെ ഒത്തൊരുമിച്ച പ്രവർത്തനവും സ്വാമിജിയുടെ നേതൃത്വവുമായപ്പോൾ ഒരു ഒന്നാന്തരം ഗുഹാക്ഷേത്രം പണിതിട്ടുണ്ട്. അവിടെ ഭഗവാൻ ഭാഷ്യകാരൻ്റെ സങ്കല്പവും മൂർത്തിയും അതിനെ മുൻനിർത്തി നിത്യവും ഭാഷ്യപാരായണവും ഒക്കെ നടക്കുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ട്. ശരിക്കും തീർത്തും ഒരു സന്തോഷം. അവിടെ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട്. എങ്കിലും ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു വിശേഷമായൊരു സന്തോഷം ഉണ്ടായി. ആ ഒരു ഗുഹയുടെ നിർമ്മിതിയും ശങ്കരക്ഷേത്രവും എല്ലാം കണ്ടപ്പോൾ. അതുകൊണ്ടാണ് പറയണത്, എല്ലാവരും ഒന്ന് സമയം കണ്ടെത്തി പോകണം. അതെ, കൊല്ലത്ത് പെരുമൺ ഒരു പെരുന്നാട് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പെരുന്നാടേ നാവിൽ വരുമല്ലോ. പെരുമണിലാണ്. അവിടെ ആണ് കേന്ദ്രം. പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരത്തായാലും കോഴിക്കോടായാലും ഒക്കെ തന്നെ നമുക്കറിയാം, തൃശ്ശൂരായാലും പ്രവർത്തനങ്ങൾ സമ്പോധ് ഫൗണ്ടേഷൻ്റെതുണ്ട്. ഏതായാലും സ്വാമിജിയെ സ്വാഗതമൊന്നും ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനത്തെ ഉപചാരങ്ങൾക്കൊന്നും പോണില്ല. എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയാണ്. പായസം ഉണ്ടായോ? ഇല്ല. സന്തോഷം. ശരി. ഓം സഹനാ ഭവതു
सह नौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ॐ सदाशिवसमारम्भं शङ्कराचार्यमध्यमामस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। हरि ओम्। ഉച്ചയൂണ് കഴിഞ്ഞ സമയമായതുകൊണ്ട് ഉറക്കം വരാൻ സാധ്യതയുണ്ടോ എന്നാരും വിഷമിക്കണ്ട. ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച് തന്നിരിക്കുന്നു. 6-ാം അധ്യായമാണ് ശ്രീ ശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യത്തോടുകൂടി ഇവിടെ സംപൂജ്യ ചിദാനന്ദപുരി മഹാരാജിൽ നിന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുബന്ധമായുള്ള അനവധി പ്രഭാഷണങ്ങളിൽ ഈ സമയത്ത് നിശ്ചയിച്ചിട്ടുള്ള പ്രഭാഷണത്തിൽ 3 ശ്ലോകങ്ങളെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും അവസാന ശ്ലോകങ്ങൾ 45, 46, 47 ശ്ലോകങ്ങളാണ്. ഇവിടുത്തെ പ്രകരണം അർജുനൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഭഗവാൻ നൽകുന്നതാകുന്നു. എന്താണ് ചോദ്യം? ഇപ്പൊ ശരി ചോദ്യം എന്താണ്? അയതി ശ്രദ്ധയോപേത യോഗാച്ചലിതമാനസഃ അപ്രാപ്യ യോഗസംസിദ്ധിം കാംഗതിം കൃഷ്ണ ഗച്ഛതി. എവിടെ പോവും? ഭഗവാൻ പാർത്ഥനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഗംഭീരമായ ഒരു പ്രഖ്യാപനം നടത്തി. നഹി കശ്ചിത് നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. കല്യാണ മാർഗത്തിൽ ചരിക്കുന്നവർക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല. വാസുദേവ ഭക്തന്മാർക്ക് ദുർഗതി ഉണ്ടാവില്ല എന്ന് 9-ാം അധ്യായത്തിൽ അർജുനനോട് പോയി വിളിച്ചു പറയാനും ഭഗവാൻ പറയുന്നുണ്ട്. ഇപ്പൊ കല്യാണ മാർഗത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ തന്നെ പ്രത്യേക ഫയലിൽ കണക്ക് സൂക്ഷിക്കും എന്ന് ധൈര്യപൂർവം നമുക്ക് മുന്നേറാം. വലിയ ആശ്വാസം തരുന്നതാണ്.
ഈ ജന്മത്തിലാവട്ടെ ജന്മജന്മാന്തരങ്ങളിലാവട്ടെ തീർച്ചയായിട്ടും ചെയ്തതിനൊക്കെ സാഫല്യം ഉണ്ടാവും സാധനാപാതയിൽ. അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട എന്നാണ് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത്. 45-ാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുക എന്ന നിലയിലുള്ള സൂചന കുതഃ ച യോഗിത്വം ശ്രേയഃ ഇതി. യോഗിത്വത്തിൻ്റെ ശ്രേയസ്സിനെ കുറിച്ച്, എങ്ങനെയാണ് യോഗിത്വം ശ്രേയസ്കരമാവുന്നത്, ആ വിഷയം പ്രതിപാദിക്കുകയാണ് 45-ാമത്തെ ശ്ലോകം. പ്രയത്നാദ്യതമാനസ്തു യോഗി സംശുദ്ധകിൽപിഷഃ അനേകജന്മ സംസിദ്ധഃ തതോ യാതി പരാംഗതിം. ഒരുപാട് അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ഇല്ലത്തുനിന്ന് ഇറങ്ങി ഒരുപാട് സഞ്ചരിച്ചെങ്കിലും അമ്മാത്ത് എത്തിയില്ല. അർജുനൊരു ദൃഷ്ടാന്തം ഉന്നയിച്ച് ചോദിക്കുന്നത് കച്ഛിന്നോഭയ വിഭ്രഷ്ട ഛിന്നാഭ്രമിവ നശ്യതി. ഒരു കീറുമേഘം പോലെ പെയ്യാനുള്ള ആവേശത്തിലാണ് നീരാവി മേഘമായി പരിണമിച്ചത്, പക്ഷേ പെയ്യാൻ പറ്റാതെ പോയി. ആകാശം അനന്തമാണ്, അപ്പം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കേണ്ടി വരില്ലേ? അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥ അതുണ്ടാവുമോ? ഭഗവാൻ ആശ്വസിപ്പിച്ചത് അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവില്ല. പിന്നെയോ തീർച്ചയായിട്ടും ഈ ശുഭവാസനകൾക്കനുസരിച്ചുള്ള ജന്മം ലഭിക്കും. അതെവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വിശദീകരിച്ചത്. ആ പ്രകരണത്തെ ഭഗവാൻ ഇവിടെ ഉപസംഹരിക്കാൻ പോവുകയാണ്, കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. പ്രയത്നാത് യതമാനസ്തു അധികം യതമാനഃ. കൂടുതൽ യോഗത്തിൻ്റെ പാതയിൽ ഉത്സാഹിക്കുന്നവർ. അധികം യതമാനഃ പ്രയത്നാദ്യതമാനസ്തു യോഗി. ഇവിടെ യോഗാരൂഢത്വം ലക്ഷ്യമാക്കി പരിശീലിക്കുന്ന സാധകനെയാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പോക്ക് കണ്ടാൽ തോന്നും സാക്ഷാത്കരിക്കും എന്ന്. സർദാർജി ഇങ്ങനെ ട്രെയിനിൽ പോകുന്ന സമയത്ത് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കുറേ വൃക്ഷങ്ങൾ അതിങ്ങനെ വളരെ സ്പീഡിൽ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. ട്രെയിന് കുറേ മുന്നോട്ട് പോയപ്പോൾ അനവധി വൃക്ഷങ്ങൾ മുറിച്ചിട്ടതായിട്ട് കണ്ടു. സർദാർജി പറയും, അപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഓട്ടം കണ്ടപ്പോഴേ ഈ സ്പീഡിൽ ഓടിയാൽ എങ്ങനെയായാലും മറിഞ്ഞു വീഴാതിരിക്കില്ല. ഇതുപോലെ ഈ യോഗിയുടെ യത്നത്തിൻ്റെ ഒരു പ്രകൃതം കണ്ടാൽ മനസ്സിലാവും. ആള് തീർച്ചയായിട്ടും സംശുദ്ധ കിൽബിഷ, പാപം നീങ്ങിയവനായിട്ട് ഭവിക്കും. കിൽബിഷം പാപം. എന്താണ് പാപം? പാപം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി എന്നുള്ള നിലയിലാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുക. പാപം എന്ന് പറഞ്ഞാൽ പരോപദ്രവപ്രദമായ ഒരു പ്രവൃത്തിയാണെന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുക. പക്ഷെ അങ്ങനെ അല്ല എന്ന് പറയും. പ്രവൃത്തിയല്ല പാപം. ഒരാളെ ചവിട്ടുന്നത് പാപമാണോ? ചവിട്ടുക എന്നുള്ള ഒരു പ്രവൃത്തി, ചവിട്ടുന്നത് പാപമാണോ? ഓ അല്ലേ? അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പാപമാണ്, അല്ലെങ്കിൽ പ്രശ്നമില്ല. ഉറക്കത്തിലൊക്കെ ചിലപ്പോൾ ചവിട്ടി പോകില്ലേ? അത് പാപമല്ല. അറിയാതെയും ചവിട്ടിപ്പോകും, അത് പാപമല്ല. നമ്മൾ തൊട്ട് തലയിലേക്ക്. ഷൊർണൂർ ഒരാളുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെ അത്ര ചവിട്ടാറില്ല. കേട്ടില്ലേ? സാധാരണ ചവിട്ടി ഒഴിയുക എന്നൊക്കെ പറയുമ്പോൾ എണ്ണയെങ്കിലും ഇടും. നേരെ എണ്ണയിടില്ല.
വെട്ടിക്കാട്ടൊരു വൈദ്യര്. അപ്പൊ മഹാപാപിയല്ലേ, അറിഞ്ഞോണ്ടല്ലേ ചവിട്ടണത്. ഇന്റൻഷൻ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ കേട്ടില്ലേ. അപ്പൊ പ്രവൃത്തിയെ നമുക്ക് പാപമെന്നും പുണ്യമെന്നും വിലയിരുത്താൻ പറ്റില്ല. വിത്ത് വാട്ട് ഇന്റൻഷൻ, അതിന്റെ പിറകിലുള്ള ഉദ്ദേശ്യം അത് നോക്കേണ്ടതുണ്ട്. കേട്ടില്ലേ? ഓ, ഫലം പാപമാവോ? ആ, ഫലത്തോടുള്ള പ്രതികരണമാണ് അത്. വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മൾ തൽക്കാലം ഒരു തെറ്റിദ്ധാരണ തിരുത്തുകയാണ്. എന്താ തെറ്റിദ്ധാരണ? പ്രവൃത്തിയാണ് പാപം പുണ്യം എന്ന് വിലയിരുത്തുക അല്ല, അതിൻ്റെ പിറകിലുള്ള മനോഭാവമാണ്. ഈ മനോഭാവം കാരണമാണ് അതിൻ്റെ ഫലം ചില പ്രതികരണങ്ങൾ ഉളവാക്കുക, അത് പാപമായിട്ട് മാറും. അപ്പം ഇവിടെ പാപം ഹനിക്കപ്പെടും എന്നുള്ളതാണ് യോഗാനുഷ്ഠാനം കൊണ്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഫലം. സംശുദ്ധ കിൽബിഷനാവും. ഉദ്ദേശത്തിൻ്റെ വിഷയം പരിഗണിക്കുമ്പോൾ എങ്ങനെയാണ് ഒന്ന് പാപമാവുന്നത്? പാപത്തെക്കുറിച്ച് പാപമേ പരപീഡനം, പീഡനം എന്ന് പറഞ്ഞാൽ മതി. പത്രക്കാരും അതുപോലെ ഒക്കെ പീഡനം എന്ന് പറയും, എഴുതുകയും ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല, പീഡനം മതി. പാപമേ പരപീഡനം, മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നത് പാപമാണ് എന്ന് പറയുന്നു. ശരിക്കും മനസ്സിലാക്കേണ്ടത് പാപം എന്ന് പറഞ്ഞാൽ അവനവനോട് ചെയ്യുന്ന ദ്രോഹമാണ്. അപ്പൊ എന്തുകൊണ്ട് പരപീഡനത്തെ പാപം എന്ന് പറയുന്നു എന്നാണെങ്കിൽ, ഇൻഡയറക്ട്ലി ഭാവിയിൽ അത് അവരവർക്ക് തന്നെ ഉപദ്രവകരമായിട്ട് മാറും. ഈ അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ധർമ്മോപദേശം ചെയ്യുമ്പോൾ വളരെ ലളിതമായിട്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് ഉപദേശിച്ചത്. കാര്യം വളരെ ലളിതമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുമ്പോൾ അത് ഫലത്തിൽ നമ്മെ തന്നെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലാവും. എന്തുകൊണ്ട് ഉപദ്രവം പാപമാവുന്നു? ഉപദ്രവം പാപമാവുന്നത് അത് ഉപദ്രവമാണെന്നോ ഉപകാരമാണെന്നോ പുണ്യമാണെന്നോ പാപമാണെന്നോ എന്നൊക്കെ എണ്ണുന്നിടത്ത് അടിസ്ഥാനപരമായിട്ട് നാം നമ്മെ മനസ്സിലാക്കുന്നിടത്ത് അപകടം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ചുരുക്കത്തിൽ തെറ്റായ താദാത്മ്യങ്ങളാണ്, ആത്മബുദ്ധിയാണ് പുണ്യപാപങ്ങൾക്ക് കാരണമാവുന്നത്. പുണ്യപാപങ്ങൾക്ക് കാരണമാവുന്നത്. വീണ്ടും ചോദിച്ചു പോയാൽ, അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്, ചോദിച്ചു പോവുക. അങ്ങനെ പോയാൽ അറിവില്ലായ്മയാണ് പാപം എന്ന് കാണാൻ സാധിക്കും. അറിവില്ലായ്മയാണ് പാപം. യോഗാരൂഢന്റെ അവസ്ഥ എന്താണ്? യഥാഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസു അനുഷജ്ജതേ സർവസങ്കൽപ്പ സന്യാസി. യോഗാരൂഢൻ സകല സങ്കല്പങ്ങളെയും ത്യജിച്ചവനാകുന്നു, രാഗദ്വേഷത്തെ ജയിച്ചവനാകുന്നു, ചിത്തവൃത്തികളൊക്കെ ആളുടെ കാര്യത്തിൽ നിരോധിതമാണ്. ഇതാണല്ലോ യോഗിയുടെ അവസ്ഥ. അതെപ്പോഴേ സംഭവിക്കുള്ളൂ. എന്തോ സംഭവിക്കുന്നുണ്ട്. ഏകപ്രത്യയ സാരബോധത്തിലാണ് അത് സംഭവിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാം ഒന്ന്. അവിടെ രാഗദ്വേഷങ്ങൾക്ക് പ്രസക്തിയില്ല, ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ല, പുണ്യപാപങ്ങൾക്ക് പ്രസക്തിയില്ല. കേട്ടില്ലേ? ഇവയൊക്കെ എപ്പോഴാണ് പ്രസക്തങ്ങളാകുന്നത്, റെലവൻ്റ് ആകുന്നത് എന്ന് ചോദിച്ചാൽ താദാത്മ്യ സംബന്ധിയാണ് എന്ന് കാണാൻ കഴിയും. ലളിതമായിട്ട് ഞാൻ ശരീരമാണ്, ഞാൻ ഇന്ദ്രിയങ്ങളാണ്, ഞാൻ മനസ്സാണ്, ഞാൻ ബുദ്ധിയാണ് എന്നൊക്കെ കരുതുന്ന സമയത്താണ് ഇഷ്ടാനിഷ്ടങ്ങളും രാഗദ്വേഷങ്ങളും പാപപുണ്യങ്ങളും ഒക്കെ പ്രസക്തമാവുന്നത്.
യോഗിയെ സംബന്ധിച്ചിടത്തോളം അവരവരെ സംബന്ധിച്ചുള്ള ബോധ്യം. എന്താ ബോധ്യം? അഹമഹമെന്നരുളുന്നതൊക്കെ ആരായുകിലകമേ പലതല്ലതേകമാകും എന്നൊരു ബോധ്യം. എല്ലാവരിലുമുള്ള ചൈതന്യം ഒന്നാണ് എന്ന ബോധ്യം. ഇനി ഏക പ്രത്യയ സാര ബോധം. ഇനി വൈവിധ്യമാർന്ന് കാണുന്ന പ്രപഞ്ചവും ഈ ചൈതന്യത്തിൻ്റെ തന്നെ സ്വയം മാറാതെ പ്രകടമായി കാണുന്നതാകുന്നു. ചൈതന്യ വിവർത്തമാണ് വൈവിധ്യമാർന്ന പ്രപഞ്ചവും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പാപമുക്തി സംഭവിക്കുന്നു. എന്താ കാരണം? തെറ്റായ താതാത്മ്യങ്ങളില്ല, ഇഷ്ടാനിഷ്ടങ്ങളില്ല, പുണ്യപാപങ്ങളില്ല, ഏകപ്രത്യയ സാരബോധം. എല്ലാം അടിസ്ഥാനപരമായി ഒരേ സത്യം എന്ന നിഷ്ഠ. സംശുദ്ധ കിൽബിഷ. ഇതെങ്ങനെയാ സാധിക്കുക? പ്രയത്നാത് യതമാനസ്തു. അധികമായിട്ട് പ്രയത്നിക്കുന്നതുകൊണ്ട്. എന്താ പ്രയത്നം എന്നൊക്കെ ഉള്ളത് നേരത്തെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതായിരിക്കും. അപ്രകാരം പ്രവർത്തിക്കുമ്പോൾ സംശുദ്ധ കിൽബിഷനാവും. എന്നിട്ടോ അതെങ്ങനെയാ സാധിക്കുന്നത്? അനേക ജന്മ സംസിദ്ധ. അത് ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുത്തു എന്നല്ല മനസ്സിലാക്കേണ്ടത്. പിന്നെയോ അനേക ജന്മ സംസിദ്ധ. അനേകേഷു ജന്മസു കിഞ്ചിത് കിഞ്ചിത് സംസ്കാരജാതം ഉപചിത്യ. ഓരോ ജന്മത്തിൽ നിന്നും കുറച്ച് 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 സംസ്കാരത്തെ സമാഹരിക്കുന്നു. പുണ്യ സംസ്കാരത്തെ, ശ്രേഷ്ഠ സംസ്കാരത്തെ സമാഹരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓരോന്നിനെ വിലയിരുത്തുന്ന വിഷയത്തിൽ, ഓരോന്നിനോടും പ്രതികരിക്കുന്ന വിഷയത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സമീപനം മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ സമീപനത്തിലുള്ള മാറ്റത്തെയാണ് ഇവിടെ സത്സംസ്കാരം എന്ന് മനസ്സിലാക്കേണ്ടത്. താതാത്മ്യത്തിനനുസരിച്ചാണ് നമ്മൾ വിലയിരുത്തുക, താതാത്മ്യത്തിനനുസരിച്ചാണ് നമ്മൾ പ്രതികരിക്കുക. ഇത് കൊള്ളാമെന്ന് പറയുന്നത്, ഇത് കൊള്ളില്ല എന്ന് പറയുന്നതൊക്കെ താതാത്മ്യ സംബന്ധമാണ്. അപ്പം അവിടെയാണ് അറിവ് കൊണ്ട് മാറ്റം വരുന്നത്. അനേക ജന്മ സംസിദ്ധ. ഇവിടെ ജന്മജന്മാന്തരങ്ങളെ കുറിച്ച് പറയുമ്പോഴും വീണ്ടും പൊതുവെ മനസ്സിലാക്കുക, കഴിഞ്ഞ ജന്മം കഴിഞ്ഞു, അതിനു മുമ്പ് ഒരു ജന്മം ഉണ്ടായിരുന്നു, ഇങ്ങനെ എത്രയോ കോടി ജന്മം, അങ്ങനെ ഒരു മനസ്സിലാക്കലുണ്ട്. പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി ജന്മജന്മാന്തരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഗീതാജ്ഞാനയജ്ഞം കേൾക്കാൻ വന്നിരിക്കുന്നവരെ ഉദ്ദേശിച്ച് പറയും, നിങ്ങളെല്ലാവരും ഇവിടെ ജനിച്ചിരിക്കുകയാണ്. ആസ് സൂൺ ആസ് ദിസ് യജ്ഞ ഈസ് ഓവർ, ഈ യജ്ഞം അവസാനിക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കും? നിങ്ങളെല്ലാവരും മരിക്കും. കേട്ടില്ലേ? എന്നിട്ടോ പോവും. അങ്ങനെ പോകുന്നതിനെയാണ് എന്ത് പറയുക? മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ഇവിടത്തോട് മരിക്കുന്നു, മറ്റൊരിടത്തേക്ക് പോകുന്നു. എന്തിനാ പോണത്? ജനിക്കാൻ. കേട്ടില്ലേ? അവിടുത്തെ ജന്മത്തെ തീരുമാനിക്കുക എന്തായിരിക്കും? ഇവിടെ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു പോകുമ്പോൾ എന്തൊരു ചിന്ത പുലർത്തിയോ അവിടേക്കാണ് ജനിക്കുക. ആശ്രമത്തിലെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു കഴിച്ച പോലെ ഒരു ഫീലിംഗ് ഇല്ല. കേട്ടില്ലേ? അപ്പൊ ഇവിടുന്ന് മുഴുവൻ ധ്യാനം എന്താണ്? ഇത് കഴിഞ്ഞ് പോയിട്ട് വേണം മര്യാദയ്ക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എന്ന് തീരുമാനിക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നേരെ എവിടെ കാണാം? കുഴിമന്തിയോ? അപ്പൊ അവസാന ചിന്ത എന്തോ ആ ചിന്ത നയിക്കുന്ന ലോകത്തിലേക്ക് പോകും. ഇതാണ് ജന്മജന്മാന്തരം. ഈ ജന്മജന്മാന്തരങ്ങളിൽ ഇവിടുത്തെ പ്രഭാഷണമൊക്കെ കേട്ടത് പ്രമാണിച്ച് നമ്മുടെ കാഴ്ചപ്പാട് മാറി എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും നമ്മുടെ കൊതികളും മാറും, താല്പര്യങ്ങൾ മാറും, താതാത്മ്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലാവുന്നില്ലേ? വീക്ഷണം മാറും. അപ്പൊ പിന്നെ അതിനനുസരിച്ച് ലോകത്തിലാണ് പോയി ജനിക്കുക. അങ്ങനെ പോയി ജനിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സംസ്കാരം സ്വരൂപിതമാകും. ഇങ്ങനെ അനേക ജന്മ സംസിദ്ധ.
അനേക ജന്മ ഭജനാത് സ്വവിചാരം ചികീർഷതി. എത്രയോ ജന്മജന്മാന്തരങ്ങളെ കൊണ്ട് സ്വവിചാരം, അവനവനെ കുറിച്ചുള്ള വിചാരത്തെ ആഗ്രഹിക്കുന്നു. 7-ാം അധ്യായത്തിൽ ഇനി ഭഗവാൻ പറയാൻ പോണു. എന്താ 7-ാം അധ്യായത്തിൽ പറയുക? ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ വാസുദേവ സർവമിതി. ഏകപ്രത്യയസാരം, എല്ലാം വാസുദേവൻ. അത് എത്രയോ ജന്മജന്മാന്തരങ്ങളിലൂടെയാണ് സാധിക്കുക എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യർ വീണ്ടും കുറച്ചു സത്സംസ്കാരത്തെ ആർജിച്ചിട്ട് എന്ന് പറഞ്ഞുതരും. അനേക ജന്മ സംസിദ്ധ തതോ യാതി പരാംഗതി. തതഃ അനന്തരം പരമമായ ഗതിയെ. എന്താണ് പരമമായ ഗതി? സ്വരൂപ സിദ്ധി എന്ന ഗതി. ആ ഗതിയെ പ്രാപിക്കുന്നു. യസ്മാത് ഏവം തസ്മാത്. സ്ഥിതിഗതികൾ അങ്ങനെ ആകൊണ്ട്, അതുകൊണ്ട്. ഭഗവാൻ പല സ്ഥലത്തും തസ്മാത് എന്ന് പ്രയോഗിക്കുന്നുണ്ട്. അവിടെയൊക്കെ ശങ്കരാചാര്യര് യസ്മാത് എന്ന് വ്യാഖ്യാനിച്ചു തരും. തസ്മാത് ത്വം ഇന്ദ്രിയാണ്യാദൗ. അതുകൊണ്ട് നീ ഇന്ദ്രിയങ്ങളെ മുഴുവൻ എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ട്? അപ്പൊ അതിന് തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യത്തിനനുസരിച്ചു എന്നർത്ഥം. ജനകാദികള് കർമ്മം കൊണ്ടാണ് സംസിദ്ധിയെ പ്രാപിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ അതുകൊണ്ട് എന്ന് ഭഗവാൻ പല സ്ഥലങ്ങളിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എവിടെയും തസ്മാത്. ഇവിടെ അടുത്ത ശ്ലോകത്തിൽ തപസിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോപി മതോധികഃ കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാദ് യോഗീ ഭവാർജുന. തസ്മാത് അതുകൊണ്ട് യോഗീ ഭവ, യോഗിയായിട്ട് ഭവിച്ചാലും. യസ്മാത് എന്തുകൊണ്ടെന്നാൽ. എന്തുകൊണ്ട് യോഗിയായിട്ട് ഭവിക്കണം? കാരണം തപസ്വികളെക്കാൾ അധിക ശ്രേഷ്ഠനാകുന്നു യോഗി. അനവധി പേര് പല പ്രകാരത്തിലുള്ള തപശ്ചര്യകളിലും ഏർപ്പെട്ടിരിക്കുന്നു. പക്ഷെ കേട്ടോളൂ, അവരെക്കാളൊക്കെ ശ്രേഷ്ഠനാണ് യോഗി. ജ്ഞാനിഭ്യോപി മതഃ അധികഃ. ജ്ഞാനികളെക്കാളും ശ്രേഷ്ഠനാണ് യോഗി. പിന്നെ പറയാനില്ല, എന്നാലും പറയട്ടെ, കർമ്മികളെക്കാളും ശ്രേഷ്ഠനാണ് യോഗി. കർമ്മിഭ്യശ്ച അധികഃ യോഗി. അധികഃ ശ്രേഷ്ഠ, ശ്രേഷ്ഠനാകുന്നു യോഗി. തസ്മാത് അതുകൊണ്ട് യോഗീ ഭവ അർജുന, യോഗിയായി ഭവിച്ചാലും. പാർത്ഥസാരഥി ശ്രീകൃഷ്ണ ഭഗവാൻ തേർത്തടത്തിൽ തളർന്നിരിക്കുന്ന അർജുനനെ ബാധിച്ച രോഗത്തെ സംബന്ധിച്ച് അഹമേഷാം മമ ഏതേ, ഞാൻ ഇവരുടേതാണ്, ഇവരൊക്കെ എൻ്റേതാണ് എന്ന ശോകമോഹ സംസാരം ആണ് അർജുനനെ ബാധിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട്, അതിൻ്റെ ബീജം അജ്ഞാനമാവുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വിസ്തരിച്ച് ജ്ഞാനോപദേശത്തെ ചെയ്തു. ലക്ഷ്യത്തെക്കുറിച്ചും മാർഗത്തെക്കുറിച്ചും മാറി മാറി പറയുമ്പോഴൊക്കെ അർജുനൻ സംശയാലുവായി. ഓരോ സമയത്തും ഇത് ലക്ഷ്യം, ഇത് മാർഗം എന്ന് ഭഗവാൻ വ്യക്തമാക്കിക്കൊണ്ടേ പോന്നു. ഇപ്പൊ ഏതാണ്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന അവസ്ഥയായിരിക്കണം, കേട്ടില്ലേ? പക്ഷെ സാങ്കേതികമായിട്ട് ത്വംപദ വ്യാഖ്യാനം നിർവഹിച്ച ശേഷം തത്പദവും അസിപദവും വ്യാഖ്യാനിക്കട്ടെ എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടാണ് അടുത്ത അധ്യായം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത ഷട്കം ആരംഭിക്കുന്നത്. അപ്പൊ 1 മുതൽ 6 വരെയുള്ള ഷട്കത്തിൽ ത്വം പദമാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അവിടെ ഈ
ത്വംപദം ഭംഗിയായി പറഞ്ഞു കൊടുത്തത് കൊണ്ട് നീ ആരാണ്, ഞാനെന്ന് ഞാൻ വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു ഞാനെയല്ല, ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി ഇരിക്കുന്നതും എഴുന്നള്ളിച്ച് നടക്കുന്നതും. ആ വിഷയത്തിലാണ് ഭഗവാൻ വ്യക്തത പകർന്നു നൽകിയത്. അതുകൊണ്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ പോലെ ഈ പ്രയോഗത്തെ മനസ്സിലായിക്കൊള്ളാം. ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ, ഹേ അർജുന, എനിക്ക് ഭഗവാനോടൊന്നേ പറയാനുള്ളൂ. അതെന്താണ്? യോഗീ ഭവ. ശങ്കര ഭഗവത്പാദര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അർജുനം നിമിത്തീകൃത്യ, അർജുനെ നിമിത്തമാക്കിക്കൊണ്ട് സകലർക്കും നൽകുന്ന ഉപദേശമാണ് ഇത്. അപ്പൊ 6-ാം അധ്യായത്തിന്റെ ഒരു മുഖ്യ സന്ദേശമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട വിഷയം എന്താണ്? പാഠം എന്താണ്? യോഗിയാവൂ. കുട്ടികളെ കുറിച്ച് അച്ഛനമ്മമാര് ചിലരെങ്കിലും, എല്ലാവരും ഇല്ല, പലരും എന്ന് പറയട്ടെ, അവൻ പഠിച്ചു വലിയ ആളാവണമെന്നോ വലിയ IAS കാരനാവണമെന്നോ ഡോക്ടർ ആവണമെന്നോ എഞ്ചിനീയർ ആവണം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പിന്നെ എന്താ ആഗ്രഹം? ഒരു നല്ല മനുഷ്യനായാൽ മതി, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത്. ഉപകാരമൊന്നും ചെയ്യാൻ പോയില്ലെങ്കിൽ ശരി, ഉപദ്രവം എന്നിങ്ങനെ കുട്ടികളെ കുറിച്ച് ചിന്തിക്കില്ലേ? ഇതുപോലെ ഭഗവാൻ നമ്മളെക്കുറിച്ച്, എല്ലാവരെ കുറിച്ചും എന്താ ചിന്തിക്കുന്നത്? യോഗിയാവും. തസ്മാത് യോഗി ഭവ അർജുന. അപ്പൊ ഇത് എല്ലാവരോടുമുള്ള ആഹ്വാനമായിട്ട് ഗ്രഹിക്കാം. ഓരോരുത്തരും യോഗിയാവാൻ ഉത്സാഹിക്കും. അതിനെന്താ വേണ്ടത് എന്നൊക്കെ ഇല്ലേ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്. കർമ്മ ഉപേക്ഷിക്കലല്ല, പിന്നെയോ കർമ്മഫലത്തെ വേണ്ടാന്ന് വെക്കണ്ട, വേണമെന്ന് വെക്കണത് മാത്രമല്ല, കിട്ടുന്നുണ്ട് എന്നൊക്കെ ഉറപ്പാക്കുകയും വേണം. കേട്ടില്ലേ? പക്ഷേ അതുകൊണ്ട് എനിക്ക് സുഖാവും എന്ന സങ്കല്പം ജയിക്കാൻ സാധിക്കട്ടെ. കാരണം സുഖം വിഷയനിഷ്ഠം അല്ല, അത് ആത്മനിഷ്ഠമാണ്. കർമ്മഫലത്തിൽ ആശ്രയത്വവും ആസക്തിയും പുലർത്താതിരുന്നാൽ സന്യാസിയായി എന്നൊക്കെയാണ് ഭഗവാൻ പുകഴ്ത്തി തുടങ്ങിയത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞു തന്ന ശേഷം ഭഗവാന്റെ ഗംഭീരമായിട്ടുള്ള ആഹ്വാനമാണ് എന്ത്? തസ്മാത് യോഗി ഭവ അർജുന. കാരണം എന്താണ്? യോഗി തപസ്വികളെക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠനാണ്. തപസ് മാർഗമാണ്, യോഗ സിദ്ധി ലക്ഷ്യമാണ്. കേട്ടില്ലേ? തപസ് കൊണ്ട് എന്താ ഗുണം? ശങ്കരാചാര്യർ ആത്മബോധം എന്ന കൃതിയിൽ തുടക്കത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നു. തപസ് കൊണ്ട് എന്താ ഗുണം? തപോഭി ക്ഷീണ പാപാനാം. തപസ് കൊണ്ട് പാപത്തെ ക്ഷയിപ്പിക്കാം. ആ പ്രയോഗത്തിലുണ്ടൊരു സവിശേഷത. ഒന്ന് തപമാണ്, മറ്റേത് പതനമാണ്. പതനം, തപനം. കേട്ടില്ലേ? പതിച്ചു പോകുന്നതിൽ നിന്ന് നമ്മെ തടയുകയും ഉയരത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നത് തപസ്. എല്ലാ തപങ്ങൾ പലവിധമുണ്ട്. ഗൗരവമുള്ള ആലോചനയിൽ ഏകാഗ്രചിത്തരായിട്ട് മുഴുകുന്നത് തപസ്സാണ്. മനസ്സശ്ച ഇന്ദ്രിയാണാം ഐകാഗ്ര്യം പരമം തപ. തപ ആലോചനയെ എന്ന അർത്ഥവും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആലോചിച്ചിരിക്കുന്നത് തപസ്സാണ്. കണ്ണി കണ്ടത് ആലോചിച്ചിരിക്കാൻ പാടില്ല, എന്താലോചിക്കണം എന്നുള്ളതനുസരിച്ച് ആലോചിക്കണം, അത് തപസ്സാവും. പിന്നെ ശരീരത്തിൻ്റെ തപസ്സുണ്ട്, ഇന്ദ്രിയങ്ങളുടെ തപസ്സുണ്ട്, മനസ്സിൻ്റെ തപസ്സുണ്ട്, ബുദ്ധിയുടെ തപസ്സുണ്ട്. ഈ വിധമൊക്കെ തപസ്സിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള അനവധി പേരെക്കാൾ ശ്രേഷ്ഠനാണ് ആ തപഫലത്തെ സാക്ഷാത്കരിച്ചിട്ടുള്ള വ്യക്തി. ആശയം വ്യക്തമാണല്ലോ. അത് ലക്ഷ്യമാക്കി ഉത്സാഹിച്ചാലും എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ എന്താ ഭഗവാൻ വാസ്തവത്തിൽ പറയുന്നത്?
ആടെ നിൽക്കണ്ട, അങ്ങോട്ട് പോരീ എന്നാണ്. മനസ്സിലായില്ലേ? ഈ തപസ്സുമായിട്ട് അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങാതെ ഇങ്ങോട്ട് പോരും. ലക്ഷ്യബോധമുണ്ടാവട്ടെ, ഇവിടെ എത്തുകയാണ് വേണ്ടത്. തപസിഭ്യ അധിക യോഗി. ചിലർ ഈ തപസ്സിന്റെ കാര്യത്തിലൊക്കെ അഭിമാനമുള്ളവരായി മാറും. ഇനി ഒരു 1000 നാമം കൂടി ജപിച്ചാൽ ഞാൻ അക്ഷരലക്ഷം ജപിച്ചവനായി. സെഞ്ചുറി എടുക്കുന്ന പോലെ ക്രിക്കറ്റിൽ അതും കണക്കാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഭഗവാൻ പറയണം, അതൊന്നല്ല വിഷയം. ഈ തപസ്സൊക്കെ എന്തിനാണ് ചെയ്യണത്? യോഗീഭവ. ചിത്തശുദ്ധി വന്നുവോ? ചിത്തവൃത്തി നിരോധത്തെ സാധിച്ചുവോ? എല്ലാം ഒന്നെന്ന അവബോധത്തിലേക്ക് ഉയരുന്നുണ്ടോ? അതാണ് പ്രധാനം. തപസിഭ്യ അധിക യോഗി. വൃത്ത നിരോധ സിദ്ധി സാധിച്ച യോഗി തപസ്വികളെക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? MBBS പഠിക്കുന്നവരെക്കാൾ ഡോക്ടറായ വ്യക്തി ശ്രേഷ്ഠനാണ് എന്ന് പറയണ പോലെ. അതുകൊണ്ട് ഇത് നിർത്തണം എന്നല്ല പറയണത്. ഇത് അനുസരിക്കുന്ന സമയത്ത് ലക്ഷ്യം മറന്നു പോകരുത്. തപസിഭ്യ അധിക യോഗി. പലതരത്തിലുള്ള അഭിമാനങ്ങളിലൊക്കെ പെട്ടുപോവുക എന്നുള്ളതാണ് അപകടം. അതിനനുസരിച്ച് അവരവരുടെ ഡിഗ്രി ഇങ്ങനെ കൂട്ടിക്കൂട്ടി പറയും. കേട്ടില്ലേ? പ്രാണായാമ സിദ്ധി കൈവരിച്ച ആള്, പിന്നെ ചാന്ദ്രായന വ്രതത്തിൽ 50 വർഷത്തെ പരിചയം. ചാന്ദ്രായന വ്രതത്തിൽ 50 വർഷത്തെ പരിചയം ഉണ്ടായിട്ട് എന്താ കാര്യം ചോദിക്കുക? അന്ധകരണ ശുദ്ധി ഉണ്ടായോ? അല്ലേ? ഇത്തരത്തിലുള്ള താരതമ്യങ്ങളും താതാത്മ്യങ്ങളും അഭിമാനങ്ങളും ഒക്കെ നമ്മെ മാർഗത്തിൽ കുരുക്കിക്കളയും. അതരുത്. പിന്നെയോ ജ്ഞാനിഭ്യോപി മതഃ അധിക. ജ്ഞാനിയേക്കാൾ യോഗി ശ്രേഷ്ഠനാവുന്നു എന്നതാണ് അഭിപ്രായം. ജ്ഞാനിയേക്കാൾ. ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ശാസ്ത്രപാണ്ഡിത്യം എന്ന് ആചാര്യസ്വാമികൾ ചൂണ്ടിക്കാണിച്ചു തന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെറും ഇന്റലക്ച്വൽ നോളജ്. അതുകൊണ്ട് കാര്യമില്ല. ജ്ഞാനിഭ്യ അപി യോഗി. ജ്ഞാനിയേക്കാൾ യോഗി ശ്രേഷ്ഠനാകുന്നു. ജ്ഞാനം എന്ന് പറയുന്നത് വിജ്ഞാനമാക്കണം എന്നതാണ് ഒരു സാങ്കേതിക പ്രയോഗം. എക്സ്പീരിയൻഷ്യൽ നോളജ്, അനുഭവജ്ഞാനമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ? അറിവിനെ സംബന്ധിച്ചുള്ള വിശകലനത്തിൽ മുണ്ഡകോപനിഷത്തിൽ പ്രസിദ്ധമാണ്. ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും ശിക്ഷയും കൽപ്പവും വ്യാകരണവും ഛന്ദസ്സും ജ്യോതിഷവും നിരുക്തവും എല്ലാം ഏത് പട്ടികയിലാണ് പെടുത്തുന്നത്? അപരാവിദ്യ എന്ന പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ അപരാവിദ്യയേ ആവുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓബ്ജക്റ്റീവ് സയൻസേ ആവുന്നുള്ളൂ. ഇനി പരാവിദ്യയെക്കുറിച്ച് എന്താണ് മുണ്ഡകോപനിഷത്തിലെ പരാമർശം? യയാ തദക്ഷരം അധിഗമ്യതേ. ആ അക്ഷരത്തെ പ്രാപിക്കാൻ സഹായിക്കുന്നത്. യാതൊരു വിദ്യയാൽ അക്ഷരം പ്രാപിക്കപ്പെടുന്നുവോ അതാണ് പരാവിദ്യ. അത് സംഭവിക്കുമ്പോഴേ യോഗിയാവുന്നുള്ളൂ. അല്ലെങ്കിലോ ധാരാളം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ഗംഭീരമായിട്ട് എഴുതാനറിയാം, നന്നായിട്ട് പ്രസംഗിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മുണ്ഡകോപനിഷത്തിൽ തന്നെ നായമാത്മാ പ്രവചനേന ലഭ്യ ന മേധയാ ന ബഹുനാശ്രുതേന എന്ന് നിഷേധിക്കുന്നുണ്ട്. ഈ ആത്മസാക്ഷാത്കാരം പ്രവചനം കൊണ്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് കിട്ടുമൊന്നുമില്ല. പിന്നെ എന്ത് വേണം? ബുദ്ധി വേണം സർ, ബുദ്ധിശക്തി വേണം. കാര്യമില്ല. ന മേധയാ, അല്ലെങ്കിലും ബുദ്ധിശക്തി മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? കേക്കണ്ടേ? ന ബഹുനാശ്രുതേന. കേട്ടല്ലേ? കഠോപനിഷത്തില് കൃത്യമായിട്ട് പറയുന്നു, യമേ വേഷ വൃണുതേ തേന ലഭ്യ. ഇവിടെ
വെറും ജ്ഞാനം കൊണ്ട് കാര്യമില്ല, ഇൻ്റലക്ച്വൽ നോളജ് കൊണ്ട് കാര്യമില്ല. അന്ധകരണം ശുദ്ധമായി ചിത്തവൃത്തി നിരോധം സാധിച്ചത് അനുഭവിച്ചാലേ കാര്യമുള്ളൂ. അങ്ങനെ അനുഭവിച്ച യോഗിയേക്കാൾ നികൃഷ്ടനാകുന്നു ജ്ഞാനി. ഈ താരതമ്യം മനസ്സിലായില്ലേ? കർമ്മിഭ്യശ്ച അധികോ യോഗി. അറിവ് നേടുന്നതിനെ കുറിച്ച് ശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ ചൂണ്ടിക്കാണിക്കും. അവിജ്ഞാതേ പരേ തത്വേ ശാസ്ത്രാധീതിസ്തു നിഷ്ഫല, വിജ്ഞാതേപി പരേ തത്വേ ശാസ്ത്രാധീതിസ്തു നിഷ്ഫല. കുറേ പഠനമൊക്കെ നടത്തി, പക്ഷേ തത്വജ്ഞാനം ഉണ്ടായില്ലാച്ചാൽ അതൊക്കെ നിഷ്ഫലമാണ്. ഇനി ഒരു പഠനവും നടത്തിയിട്ടില്ല, തത്വജ്ഞാനം ഉണ്ട് എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ശാസ്ത്ര പഠനത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പഠനമല്ല പ്രധാനം, പിന്നെയോ അനുഭവമുണ്ടോ എന്നുള്ളതാണ്. അനുഭവം നേടിയ ആളാണ് ഇവിടെ യോഗി. കർമ്മിഭ്യശ്ച അധിക യോഗി. കർമ്മിയേക്കാൾ ശ്രേഷ്ഠനാവുന്നു യോഗി. എന്താ പാഠം? കർമ്മം എന്ന് പറഞ്ഞാൽ ഫലകാമനയോടുകൂടി ചെയ്യുന്ന കർമ്മം. അതിനേക്കാൾ ഓഫ് കോഴ്സ് എന്തുകൊണ്ടും ശ്രേഷ്ഠനാണ് യോഗി. ഇനി ഫലത്യാഗം സാധിച്ചിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളവും അവിടെയും അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രയത്നമുണ്ട്. ആ പ്രയത്നവും അവസാനിച്ച നിഷ്ഠാവാനാണ് യോഗി. അതുകൊണ്ട് കർമ്മിഭ്യശ്ച അധിക യോഗി. യോഗാവസ്ഥ യഥാഹീനേന്ദ്രിയാർത്ഥേഷു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സങ്കല്പങ്ങളെയും അതുപോലെ തന്നെ രാഗദ്വേഷങ്ങളെയൊക്കെ ജയിച്ച അവസ്ഥയാണ് യോഗി. ഇപ്പൊ കർമ്മയോഗിയേക്കാളും ശ്രേഷ്ഠനാണ് യോഗി. തസ്മാത്, അതുകൊണ്ട് യോഗീ ഭവ അർജുന, യോഗിയായി തീർന്നാലും അർജുന. ഇത് ഗംഭീരമായ ആഹ്വാനമാണ്. പ്രതിദിനം നമ്മുടെയൊക്കെ ചെവിയിൽ രാവിലെ മുഴങ്ങി കേൾക്കട്ടെ എന്ന് പറയും. ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളോട് പറയട്ടെ, എന്ത്? തസ്മാത് യോഗി ഭവ, എൻ്റെ നിങ്ങളുടെ പേരും യോഗിയാവൂ. അപ്പോൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഇതെങ്ങനെ യോഗഭാവത്തെ ആർജിക്കാൻ സഹായകമാകും എന്ന നിലയിലുള്ള അന്വേഷണത്തെ മുൻനിർത്താൻ സാധിക്കും. അതിനനുസരിച്ച് രാഗദ്വേഷത്താൽ ഞാൻ പ്രതികരിച്ചുകൂടാ എന്ന് തീരുമാനിക്കുന്നു. കുറച്ചൊരു സാവകാശം എടുത്തിട്ട് അതിനോട് ഉചിതമായ രീതിയിൽ പ്രതികരിക്കാം എന്ന് തീരുമാനിക്കുന്നു. രാഗപരമായിട്ട് പ്രതികരിച്ചാലും അപകടമാണ്, ദ്വേഷപരമായിട്ട് പ്രതികരിച്ചാലും അപകടമാണ്. അതൊക്കെ ഇമ്പൾസീവ് റിയാക്ഷൻസ് ആണ്. ഇപ്പൊ യോഗിയാവാൻ ഉദ്യമിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു? പൊടുന്നനെ വരുന്ന പ്രതികരണങ്ങളെ ഒന്ന് നിയന്ത്രിക്കുന്നു, ഒരു സാവകാശം എടുക്കുന്നു. കേട്ടില്ലേ? അങ്ങനെ ഒരു സാവകാശം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഒന്ന് ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്താൽ മതി. ലളിതമായിട്ടുള്ള കാര്യമാണ്. എനിക്കിങ്ങനെ പെരുവിരലിൽ നിന്ന് ഇരച്ച് കയറുകയാണ്. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ പറയണത് എന്ന് നമുക്ക് ഇങ്ങടെ ബോധ്യം ഉണ്ടാവും. കേട്ടില്ലേ? തൽക്കാലം ഇപ്പം ഞാൻ പൊട്ടിത്തെറിച്ചിട്ടൊന്നൊരു കാര്യമില്ല, അയാളിപ്പോൾ അതൊന്നും മാറ്റാൻ പോകണില്ല എന്ന് സാവകാശം കിട്ടും. ഇങ്ങനെ റിയാക്ഷൻസിനെ സംഭൂജ്യ ബോധാനന്ദ സ്വാമിജി ഞങ്ങൾക്ക് പറഞ്ഞത്, റിയാക്ഷൻസിനെ റെസ്പോൺസസ് ആക്കണം. എന്താ റിയാക്ഷനും റെസ്പോൺസും തമ്മിലുള്ള വ്യത്യാസം? ഇമ്പൾസീവ് റെസ്പോൺസ് ആണ് റിയാക്ഷൻ, പൊടുന്നനെ കാട്ടിക്കൂട്ടുന്നതാണ്. ആരടാന്ന് ചോദിച്ചാൽ നീ ആരടാ എന്ന് മറുപടി. കഴുത എന്ന് വിളിക്കുമ്പോൾ തത്വമസി, നീയാണ് കഴുത. പിന്നെ കൈകാര്യം ചെയ്യലാവും, കയ്യാങ്കളിയാവുന്നു എന്ന് പറയും. അപ്പൊ ഇത് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് എന്ത്? യോഗബുദ്ധി പരിശീലിക്കുക എന്ന് പറഞ്ഞു. തസ്മാത് യോഗി ഭവാർജുന. വെറുതെ നാണം കെടാതിരിക്കൂ. കേട്ടില്ലേ? മറ്റുള്ളവരെന്ന് അടി വാങ്ങിച്ചു കെട്ടാതിരിക്കൂ. ചിന്തകളും പ്രവൃത്തികളും വാക്കുകളും കൂടുതൽ കർമ്മബന്ധനത്തെ സൃഷ്ടിക്കാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തൂ. അപ്പം നമ്മുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം? ഈ വൈപ്പർ വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കണം. മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പക്ഷെ അതെന്ത് ചെയ്യുന്നു?
വൈപ്പ് ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? ഒന്നും ഇങ്ങോട്ട് എടുക്കില്ല ഞാൻ തീരുമാനിക്കും. ഇപ്പം എന്താണ് റിയാക്ഷൻ? ഇമ്പൾസീവ് റെസ്പോൺസ് ആണ് റിയാക്ഷൻ. എന്താണ് റെസ്പോൺസ്? റിഫ്ലക്റ്റീവ് റിയാക്ഷൻ ആണ് റെസ്പോൺസ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകിൽ മനനമുണ്ട്, ചിന്തയുണ്ട്. വികാര ആവേശത്തിന് പകരം വിചാര സാന്നിധ്യം, വിചാരമുണ്ടാവട്ടെ. കേട്ടില്ലേ? എല്ലാറ്റിനെയും ഒന്ന് അസസ് ചെയ്തിട്ട് ഉപകാരമുള്ള പ്രതികരണമാവട്ടെ, മേൽക്കുമേൽ ഉപകാരം ചെയ്യുന്ന ശ്രേയസ്കരമായ പ്രതികരണം. ഈ ഒരു സാവകാശം എടുക്കാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കേട്ടില്ലേ? സാക്ഷിഭാവം എന്ന് പറയും. ഒന്ന് മാറി നിന്ന് നോക്കിക്കാണാൻ പഠിക്കൂ. നോമാൻസ് ലാൻഡിലേക്ക് ഇറങ്ങി നിൽക്കൂ. ഇതാണ് പ്രായോഗികമായിട്ടുള്ള പദ്ധതി. തസ്മാത് യോഗി ഭവ അർജുൻ. യോഗിയുടെ ലക്ഷണം എന്താണ്? വസന്തവല്ലോകഹിതം ചരന്തഃ. യോഗി ഇങ്ങനെ വസന്തത്തെ പോലെ ലോക നന്മയെ ചെയ്തുകൊണ്ട് വിഹരിക്കുന്നു. വിശ്വമാനവനാവുക, അതാണ് യോഗാവസ്ഥ എന്ന് പറയുന്നത്, യോഗനിഷ്ഠ എന്ന് പറയുന്നത്. എല്ലാറ്റിനോടും താതാത്മ്യം. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മതഃ. യോഗികളുടെ കൂട്ടത്തിൽ തന്നെ അവിടെ എത്തി നിൽക്കുന്നവരുണ്ട്. ചിലരൊക്കെ ഉപാസന യോഗത്തെ അനുഷ്ഠിക്കുന്നുണ്ടാവും. രുദ്രാദിത്യന്മാരെയൊക്കെയാണ് ഉപാസിക്കുന്നത്. അവരൊക്കെ അവിടെയൊക്കെ എത്തിയിട്ടേ ഉള്ളൂ. കേട്ടില്ലേ? ഇനിയും അവർ യാത്ര ചെയ്യേണ്ടതുണ്ട്. ഭഗവാൻ പറയുകയാണ്, ഈ യോഗികളിലൊക്കെ വെച്ച്, യോഗിനാമപി സർവേഷാം, എല്ലാ യോഗികളിലും വെച്ച് ആരൊരാളുടെ ചിത്തമാണോ എന്നിൽ പ്രവേശിതമായിട്ടുള്ളത്, മദ്ഗതേനാന്തരാത്മന, മദ്ഗത ചിത്തന്മാർ, അങ്ങനെയുള്ളവരാരാണോ അവര് ശ്രദ്ധാവാൻ, അവർക്ക് അതീവ ശ്രദ്ധയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. എന്താ ശ്രദ്ധ? വേദാന്ത വാക്യാദിഷു വിശ്വാസ, സത്യബുദ്ധി അവധാരണ, അത് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരെന്ത് ചെയ്യുന്നു? എന്നെ തന്നെ ഭജിക്കുന്നുള്ളൂ. അവർ ആദിത്യൻ്റെ പിറകെയും രുദ്രൻ്റെ പിറകെയും ഒന്നും പോകുന്നില്ല. പിന്നെയോ വാസുദേവ ഭക്തി. വാസുദേവ ഭക്തി എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ആധാരമായി പരിലസിക്കുന്ന ശ്രീകൃഷ്ണ തത്വത്തെ, വാസുദേവനെ പരിഗണിച്ചിട്ടുള്ള ഭക്തിയാണ്. ആ മദ്ഗതേന അന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മതഃ. അവനാണ് എന്നോട് ഏറ്റവും ചേർന്നിരിക്കുന്നവൻ. അവൻ എന്നോട് ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഔപചാരികമാണ്. 7-ാം അധ്യായത്തിലൊക്കെ എത്തുമ്പോൾ ഭഗവാൻ പറയും, അവൻ ഞാൻ തന്നെയാണ്, ഞാൻ അവൻ തന്നെയാണ്, എനിക്ക് അവനെ നഷ്ടമാവില്ല, അവന് ഞാനും. ആ ഒരു ഐക്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് യുക്താവസ്ഥ. അങ്ങനെയുള്ള യോഗിയാവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം എന്ന് പറയാം. തസ്മാത്ത് യോഗി ഭവാർജുന. ശരി, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി, അന്ധകരണ ശുദ്ധിക്കൊക്കെ വേണ്ടി പരിശ്രമിക്കുന്നു. പിന്നീട് ഈശ്വരനെക്കുറിച്ച് സത്സംഗങ്ങളിലൂടെയൊക്കെ നമുക്ക് ബോധ്യമാവുന്നു. ആ ഈശ്വരൻ ഞാനാണെന്ന് ചിന്തിച്ചുറപ്പിക്കേണ്ടതുണ്ട്. അഹം ബ്രഹ്മാസ്മി എന്നാണ് തത്വമസി ഉപദേശത്തിൻ്റെ സാക്ഷാത്കാരം. അപ്പം അതിനുവേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് ആദ്യം ചിന്തിച്ചു തുടങ്ങുക ബ്രഹ്മ അസ്തി എന്നാണ്. പിന്നെയോ അഭേദത്തെക്കുറിച്ച് ചിന്തിക്കും. ഈ ക്രമം ഭഗവാൻ രമണ മഹർഷി ഉപദേശസാരത്തിൽ പറയുന്നത്, വിരളമായിട്ട് സർവേശ്വര ചിന്തനം പുലർത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് സരള ചിന്തനം. ആജ്യധാരയാ സ്രോതസാസമം സരള ചിന്തനം വിരളതഃ പരം. നെയ്യ്, ഉരുക്കിയ നെയ്യ് പകരുന്നത് പോലെയും നദി ഒഴുകുന്നത് പോലെയും. എന്താ വിശേഷം? നെയ്യ് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് അത് അഖണ്ഡമായി സംഭവിക്കും. നദീപ്രവാഹത്തെക്കുറിച്ച് പറയാൻ എന്താ കാരണം? അതിൻ്റെ ശുദ്ധി, അഖണ്ഡതയും ശുദ്ധി. പക്ഷെ അങ്ങനെ വിചാരം ചെയ്യുമ്പോഴും അത് ഈശ്വരന് ഞാനും വേറെയാണ് എന്നായിരിക്കും ആരംഭിക്കുക.
ക്രമേണ അതെന്താവണം? ഭേദഭാവനാത് സോഹമിത്യസൗ ഭാവനാഭിതാ പാവനീ മത. ഭേദഭാവനയേക്കാൾ അഭേദഭാവന. തീർന്നില്ല, പിന്നെയും പുരോഗമിക്കുമ്പോൾ ഭാവന തന്നെ ആവശ്യമില്ലാത്ത നിഷ്ഠ കൈവരുന്നു. ഭാവശൂന്യസത് ഭാവസുസ്ഥിതി ഭാവനാബലാത് ഭക്തിരുത്തമ. അതാകുന്നു ഉത്തമ ഭക്തി. ഉത്തമ ഭക്തനായി, ഉത്തമ നൈഷ്കർമ്മിയായി, ഉത്തമ ഗുണാതീതനായി, ഉത്തമ സ്ഥിതപ്രജ്ഞനായി, ഉത്തമ യോഗിയായി മാറൂ. ഇതാണ് ഭഗവാൻ നമുക്ക് തരുന്ന ആദേശം. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ ആദേശത്തെ നമുക്ക് കേൾക്കാം. തസ്മാത് യോഗി ഭവ അർജുന. എന്താ ഇവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങി കളിക്കുന്നത്? യോഗി ഭവ അർജുന. ആ ശരിയാ, ഞാൻ വേഗം പോട്ടെ കേട്ടില്ലേ? ഈ കുട്ടികൾ പണ്ടൊക്കെ വീട്ടിൽ വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ ഉടനെ പിറകിലൂടെ മക്കളെ അയക്കും. പഞ്ചസാര തീർന്നു, ചായപ്പൊടി തീർന്നു, വേഗം വേഗം വരണോട്ടോ എന്നൊക്കെ പറഞ്ഞു വിടും. കുട്ടികളാണെങ്കിലോ അതിൻ്റെ പിറകിൽ കൂടി മതിലില്ലല്ലോ, അതൊക്കെ വേലിയൊക്കെ ചാടിക്കടന്ന് നിരത്തിലെത്തി അങ്ങനെ പോകുമ്പോഴാണ് തുള്ളിക്കളിക്കടാ കുഞ്ചീരാമ ഒരു കുരങ്ങനെയും വെച്ചിട്ട് ആരെയും അതും കണ്ടങ്ങനെ നിന്ന് പോകുന്നത്. അങ്ങനെ പെട്ടുപോകരുതെന്ന് പറയും. നമ്മൾ അവിടെ കുരുങ്ങിപ്പോകുന്നുണ്ടോ ഉടനെ എന്ത് പറയണം? നമ്മൾ യോഗി ഭവ അർജുന എന്ന് പറഞ്ഞിട്ടുണ്ട്, കേട്ടില്ലേ? പക്ഷെ അർജുന എന്നുള്ളിടത്ത് നമ്മുടെ പേര് വെക്കണം. യോഗി ഭവ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇപ്പം എങ്ങനെ കളിച്ചിരുന്നാൽ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒന്നുകൂടി ഉത്സാഹിക്കൂ എന്ന് പറയും. അങ്ങനെ നിരന്തരം ഉത്സാഹിച്ചാൽ ഭഗവാൻ ഇവിടെ ഗ്യാരണ്ടി തരുന്നു, യാതി പരാം ഗതി, പരമമായ ഗതിയെ പ്രാപിക്കും. അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. ഗുരുപരമ്പരയുടെ അനുഗ്രഹാശിസ്സുകൾ അതിനു വേണ്ടി വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ. ഓ, അവിടെ എഴുതി വെച്ച പക്ഷെ 50. യെസ്. ഓ, ഭാവന ബലാത്ത്, ഭാവനാഭ്യാസം കൊണ്ട് എത്തിച്ചേരുന്ന അഭേദനിഷ്ഠയാണ് ഉത്തമമായ ഭക്തി. യെസ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.